തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. ഗോവിന്ദനെ കടന്നാക്രമിച്ച് തലശ്ശേരി രൂപതയും കത്തോലിക്ക കോൺഗ്രസും രംഗത്തെത്തി. അവസരവാദം ആപ്തവാക്യമായി സ്വീകരിച്ച ആളാണ് MB ഗോവിന്ദനെന്ന് തലശ്ശേരി രൂപത പ്രതികരിച്ചു. ഗോവിന്ദൻ സമാന നിലപാട് തുടർന്നാൽ മൂന്നാം പിണറായി ഭരണം വെറും സ്വപ്നമായി അവശേഷിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. MB ഗോവിന്ദനെ പിന്തുണച്ച് DYFI രംഗത്തെത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പമ്പളാനി അപ്പൊഞ്ഞിട്ടി. പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദ ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ ഇന്നലെ NGO യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പാംപ്ലാനിക്കെതിരായ MV ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം. ഛത്തീസ്ഗഡ് വിഷയത്തിലെ കേന്ദ്ര സർക്കാർ ഇടപെടലിന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തലശ്ശേരി ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചതാണ് ഗോവിന്ദനെ ചൊടിപ്പിച്ചത്. തൊട്ടുപിന്നാലെ ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി രാത്രി തന്നെ തലശ്ശേരി അതിരൂപതയുടെ വാർത്താക്കുറിപ്പും പുറത്തിറങ്ങി. ഗോവിന്ദന്റേത് തരം താഴ്ന്ന പ്രസ്താവനയൊന്നും സഭാ നേതാക്കൾക്ക് പ്രതികരണം നടത്താൻ AKG സെന്ററിലെ തിട്ടൂരം വേണ്ടെന്നും രൂപത. കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ട കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ലെന്നും അവസരവാദം ആപ്തവാക്യമായി സ്വീകരിച്ചയാൾ MV ഗോവിന്ദനെന്നും അതിരൂപത. വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയൊന്നും ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദച്ചാമിയെ പോലെ തരം താഴരുതെന്നും കത്തോലിക്ക കോൺഗ്രസ്. ശ്രീ MV ഗോവിന്ദന്റെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദൻ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. CPMനെ ചീത്ത പറഞ്ഞ് RSS പിന്തുണ ഉറപ്പിക്കാനാണ് കേരളത്തിലെ ഒരു വിഭാഗം ക്രൈസ്തവ സഭാ നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് DYFI കുറ്റപ്പെടുത്തി. CPMനെ ചീത്ത പറഞ്ഞാൽ DYFIയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ RSSൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത്. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ക്രൈസ്തവ നേതൃത്വവുമായുള്ള ഈ പരസ്യപ്പോര് തുടരേണ്ടതില്ലെന്നാണ് CPMലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. മീഡിയ 1 കണ്ണൂർ.